യോഗിജി, ആളുകൾ പറയുന്നത് ഏതാണ്ട് 40-നും 45 കോടിക്കുമിടയിൽ ആളുകൾ കുംഭമേളയിൽ പങ്കെടുക്കാൻ എത്തുമെന്നാണ്. ഇത്രയും അധികം ആളുകളെ എങ്ങനെയാണ് മാനേജ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? നോക്കൂ, എല്ലാ തയ്യാറെടുപ്പുകളും പൂർത്തിയായി കഴിഞ്ഞു. ആളുകൾ സന്തോഷത്തോടെ യാതൊരു ആശങ്കയുമില്ലാതെ ഭക്തിപൂർവ്വം ഗംഗയിലേക്ക് എത്തുക, സ്നാനം ചെയ്യുക. ഒരു പുതിയ പ്രയാഗ്രാജ് അവിടെ വരുന്നവർക്ക് കാണാൻ കഴിയും. നോക്കൂ, സ്വതന്ത്ര ഭാരതത്തിൽ പല രാഷ്ട്രീയ നേതാക്കന്മാരും അവരുടെ പ്രധാനപ്പെട്ട പ്രവർത്തന മണ്ഡലമായി കരുതിയിരുന്നത് ഇതേ പ്രയാഗ്രാജാണ്. ഒരുപാട് പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാക്കന്മാരുടെ തലമുറകൾ തന്നെ ഈ പ്രയാഗ്രാജാണ് അവരുടെ പ്രവർത്തന മണ്ഡലമായി കണ്ടിരുന്നത്. അവർ ആ പ്രയാഗ്രാജിന് വേണ്ടി എന്താണ് ചെയ്തത്? ഇത്തവണ കുംഭമേളയിൽ പങ്കെടുക്കാൻ എത്തുന്നവർക്ക് മോദിജിയുടെ പ്രയാഗ്രാജാണ് കാണാൻ കഴിയുക, മോദിജിയുടെ കാശിയാണ് കാണാൻ കഴിയുക. ഇവിടെയൊക്കെ അവർക്ക് പുതുതായി കാണാൻ ഒരുപാടുണ്ട്. ഇവിടെ വരുന്നവർ തീർച്ചയായും ആ പഴയ പ്രയാഗ്രാജും ഇന്നത്തെ പുതിയ മോദിജിയുടെ പ്രയാഗ്രാജും തമ്മിലുള്ള വ്യത്യാസം കണ്ടു തന്നെ അറിയണം. യോഗിജി, എന്റെ ചോദ്യം നേരിട്ട് തന്നെയുള്ളതാണ്. ഇത്തവണത്തെ ഈ മഹാകുംഭമേള എന്ന് പറയുന്നത് രാഷ്ട്രീയ ഐക്യത്തിനും ഹിന്ദു ഐക്യത്തിനുമൊപ്പം സനാതനം എന്ന ഹിന്ദു ധർമ്മത്തെ ലോകത്തിൽ ഏറ്റവും ഉയരത്തിലേക്ക് കൊണ്ടുപോകാൻ പോവുകയാണോ? നോക്കൂ, സനാതനം എല്ലാ കാലത്തും ഏറ്റവും ഉന്നതിയിൽ തന്നെയാണ് നിലകൊള്ളുന്നത്. അതുകൊണ്ട് തന്നെയാണ് അത് സനാതനമായിരിക്കുന്നതും. അതുകൊണ്ട് അതിനുവേണ്ടി കുംഭമേളയോ ഞങ്ങളോ ഒന്നും പുതുതായി ചെയ്യേണ്ടതില്ല. രണ്ടാമത്തെ കാര്യം, താങ്കൾ പറഞ്ഞത് ഹിന്ദു ഐക്യവും രാഷ്ട്രീയ ഐക്യവും അത് പരസ്പര പൂരകങ്ങൾ തന്നെയാണ്. താങ്കൾക്ക് ഓർമ്മയുണ്ടാകും, ഞാൻ മുൻപൊരിക്കൽ പറഞ്ഞിട്ടുണ്ട്, ഒന്നിച്ചു നിന്നില്ലെങ്കിൽ ശിഥിലമായി പോകും. ഇത് എൻ്റെ വാക്യമായി ഞാൻ വെറുതെ പറഞ്ഞതല്ല. നമ്മുടെ ചരിത്രത്തിൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ളതാണ്, നമ്മുടെ അനുഭവമാണത്. ഒന്നിച്ചു നിന്നാൽ നമ്മൾ എല്ലാ കാലത്തും സുരക്ഷിതരാണ്. എപ്പോഴൊക്കെ നമ്മൾ ഭിന്നിച്ചു നിന്നിട്ടുണ്ടോ അപ്പോഴൊക്കെ നമുക്ക് അപകടമുണ്ടായിട്ടുണ്ട്, നമ്മുടെ രാജ്യത്തിനായാലും സമൂഹത്തിനായാലും. പ്രധാനമന്ത്രിയും പലതവണ ഇത് ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. ചരിത്രവും നമുക്ക് അതിന് തെളിവുകൾ തരുന്നുണ്ട്. ഒന്നിച്ചു നിന്നാൽ നമ്മൾ സുരക്ഷിതരാണ്. നോക്കൂ, 2017 ഞങ്ങൾ ഭരിക്കുന്നതിന് മുമ്പും ഇതേ ഉത്തർപ്രദേശ് ഇവിടെ ഉണ്ടായിരുന്നു. അന്ന് ഇവിടെ പലതരത്തിലുള്ള ജാതി വിഘടനവാദമായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ ഇന്ന് മഹാകുംഭമേള പോലെ ആഘോഷങ്ങൾ ഒത്തൊരുമിച്ചാണ് നടക്കുന്നത്. നോക്കൂ, ഇന്ന് ഹിന്ദു ഐക്യത്തെക്കുറിച്ച് പറയുമ്പോൾ ആർക്കാണ് വിഷമമുണ്ടാകുന്നത്? ആരാണോ ഇവിടെ ജാതിയുടെ കട തുറന്നു വെച്ച് ഹിന്ദുക്കളെയും സമൂഹത്തെയും ഭിന്നിപ്പിച്ച് രാജ്യത്തെ അസ്ഥിരപ്പെടുത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്, അവർക്കാണ് ഹിന്ദു ഐക്യം എന്ന് പറയുമ്പോൾ വേദന ഉണ്ടാകുന്നത്. ഏതാളുകളാണോ വിദേശ പണം ഉപയോഗിച്ചുകൊണ്ട് ഭാരതത്തെ ഇല്ലാതാക്കാൻ വേണ്ടി ഭാരതത്തിലെ ജനങ്ങളെ തമ്മിൽ ഭിന്നിപ്പിക്കാൻ ശ്രമിക്കുന്നത്, അവർക്കാണ് ഹിന്ദു ഐക്യം എന്ന് പറയുമ്പോൾ വിഷമമുണ്ടാകുന്നത്. ഈ ജാതിവാദം എന്ന് പറയുന്നതും ഏതോ ഒരു കാലഘട്ടത്തിൽ ഏതോ വിദേശശക്തികൾ ഭാരതത്തെ ഇല്ലാതാക്കാൻ വേണ്ടി ചെയ്തതിൻ്റെ ഭാഗമാണ്. ഇപ്പോഴത്തെ കാലത്തും ചില രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകരും നേതാക്കന്മാരും ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നത്. ഏതൊരു വ്യക്തിയാണോ ഇന്നത്തെ കാലത്ത് സമൃദ്ധ ഭാരതം ആഗ്രഹിക്കുന്നത്, വികസിത ഭാരതം ആഗ്രഹിക്കുന്നത്, അത്തരം ആളുകൾ ഒരിക്കലും ഈ ജാതിവാദത്തിന്റെ പിന്നാലെ പോയി ജനങ്ങളെ തമ്മിൽ ഭിന്നിപ്പിക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായി മാറില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഹിന്ദു ഐക്യത്തെയും രാഷ്ട്രീയ ഐക്യത്തെയും രണ്ടായി കാണാത്തത്. ഹിന്ദു ഐക്യവും രാഷ്ട്രീയ ഐക്യവും പരസ്പര പൂരകങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്, മഹാകുംഭമേള എന്ന് പറയുന്നതും ഈ ഹിന്ദു ഐക്യത്തിന്റെ, ഭാരത ഐക്യത്തിന്റെ ഒരു ഉദാഹരണം തന്നെയാണ്. 2024 ഡിസംബർ 13 രാജ്യത്തിന്റെ പ്രധാനമന്ത്രി മഹാകുംഭമേളയുടെ തയ്യാറെടുപ്പുകൾ പൂർത്തിയാക്കി ഉദ്ഘാടനം ചെയ്തപ്പോൾ നിരവധി കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് ഇതായിരുന്നു: ലോകത്തിലുള്ള 40 കോടിയിലധികം ആളുകൾ ഒരുമിച്ച് പങ്കെടുക്കുമ്പോൾ ഇത് തന്നെ ജാതിവാദവും മതഭേദവും ഇല്ലാതാക്കാനുള്ള ഒരു അത്ഭുത ഉദാഹരണം തന്നെയാണ്. സ്ത്രീ പുരുഷ ലിംഗഭേദങ്ങളില്ലാതെ, ജാതി മതഭേദങ്ങളില്ലാതെ ഒത്തുകൂടായ്മയും ഐക്യവും ഒന്നും ഇവിടെ ബാധകമാകുന്നില്ല. അതിന്റെ അർത്ഥം ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പേ ഭാരതത്തിന്റെ സംസ്കാരത്തിന്റെ ഭാഗമായിരുന്ന ഈ മഹാകുംഭമേള എന്ന് പറയുന്നത് ഹിന്ദു ഐക്യത്തിന്റെ തന്നെ പ്രതീകമായിരുന്നു. ഗംഗ, യമുന, സരസ്വതി സംഗമഭൂമിയായ ഈ ത്രിവേണിയിൽ എവിടെയാണ് ഇവിടെ ജാതിവാദമുള്ളത്? എവിടെയാണ് ഇവിടെ ജാതിഭേദമുള്ളത്, മതഭേദമുള്ളത്, ലിംഗഭേദമുള്ളത്, വർണ്ണഭേദമുള്ളത്? അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്, ഭാരതത്തെ ഇകഴ്ത്താൻ ശ്രമിക്കുന്ന ചില വിദേശ ശക്തികൾ മാത്രമാണ് ഭാരതത്തെ കുറ്റം പറയാൻ ഇത്തരം വാദങ്ങൾ പറയുന്നത്. ഭാരതത്തെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന ഇത്തരം വിദേശ ശക്തികളുടെ തന്ത്രത്തിൽ വീണുപോയാൽ രാഷ്ട്രീയ ഐക്യം ഭാരതത്തിൽ ഒരിക്കലും ഉണ്ടാവുകയില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഹിന്ദു ഐക്യവും രാഷ്ട്രീയ ഐക്യവും രണ്ടും രണ്ടല്ല, ഒത്തൊരുമയോടുകൂടി
ഒരുമിച്ച് തന്നെ ഭാരതത്തിന്റെ പുരോഗതിക്ക് വേണ്ടി മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് തന്നെയാണ്. കഴിഞ്ഞ 10 വർഷത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യം ഭരിക്കാൻ തുടങ്ങിയതിനു ശേഷം ഭാരതത്തിന്റെ സംസ്കാരവും പാരമ്പര്യവും നിലനിർത്തിക്കൊണ്ട് തന്നെ വികസനത്തിന്റെ കാര്യത്തിൽ ഒരു പുതിയ ഭാരതത്തെ ലോകത്തിനു മുമ്പിൽ നൽകിക്കൊണ്ടിരിക്കുകയാണ്. ഒന്നുകൂടി ഉയരത്തിലെത്തിക്കാൻ ലോകത്തിനു മുമ്പിൽ ഭാരതത്തെ കാണിക്കാനുള്ള ഒരു അവസരം തന്നെയാണ് ഈ മഹാകുംഭമേള. നോക്കൂ, ചില സന്യാസിവര്യന്മാരെ നമുക്ക് ഈ മഹാകുംഭമേളയുടെ സമയത്ത് മാത്രമേ കാണാൻ കഴിയുകയുള്ളൂ. വർഷങ്ങളോളം കാട്ടിലും മലയിലും മഞ്ഞിലും ഹിമാലയത്തിലുമൊക്കെ തപസ്സനുഷ്ഠിക്കുന്ന നിരവധി സന്യാസി ശ്രേഷ്ഠന്മാർ ഈ മഹാകുംഭമേളയിൽ പങ്കെടുക്കാൻ വന്നുകൊണ്ടിരിക്കുകയാണ്. ചിലരൊക്കെ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. അവരെ കാണാൻ കഴിയുന്നത്, അവരോടൊപ്പം ഈ മഹാകുംഭമേളയിൽ പങ്കെടുക്കാൻ കഴിയുന്നത്, അവരോടൊപ്പം സ്നാനം ചെയ്യാൻ കഴിയുന്നത്, അവരോട് സംസാരിക്കാനും അവരോടൊപ്പം സമയം ചെലവഴിക്കാനും ലഭിക്കുന്ന അപൂർവ അവസരം കൂടിയാണിത്. ഇത്രയും മഹത്തായ ഒരു പ്രോഗ്രാം സംഘടിപ്പിക്കാനും അതിന്റെ ഭാഗമാകാനും കഴിഞ്ഞത് എൻ്റെ കൂടി ഭാഗ്യമായി ഞാൻ കരുതുന്നു. യോഗിജി, താങ്കൾ മുമ്പും പറഞ്ഞിരുന്നു, ഒന്നിച്ചു നിന്നില്ലെങ്കിൽ ശിഥിലമായി പോകും, ഒന്നിച്ചു നിന്നാൽ മാത്രമേ സുരക്ഷിതത്വവും ഭാരതത്തിന് പുരോഗതിയും ഉണ്ടാകൂ എന്ന് താങ്കൾ പറഞ്ഞിരുന്നു. ആ ഒരു കാര്യത്തിൽ താങ്കൾ മറ്റു പല നേതാക്കളിൽ നിന്നും തീർത്തും വ്യത്യസ്തനാണ്. താങ്കൾ പറയാനുള്ളത് സ്ട്രെയിറ്റ് ആയി തന്നെയാണ് ആളുകളോട് പറയുന്നത്. പക്ഷേ അഖിലേഷ് യാദവ് പറയുന്നത് ഇത് താങ്കളുടെ ഹിന്ദുത്വ ലാബിൽ ഉണ്ടാക്കിയ ഒരു മുദ്രാവാക്യമാണെന്നാണ്. കോൺഗ്രസ് പറയുന്നത് ഈ രാജ്യത്തെ ജനങ്ങളെ തമ്മിൽ വിഘടിപ്പിക്കുന്നതിന് വേണ്ടി യോഗി ആദിത്യനാഥ് മനഃപൂർവ്വം പറഞ്ഞ മുദ്രാവാക്യമാണെന്നാണ്. പക്ഷെ അവരെല്ലാവരും തന്നെ ഈ മഹാകുംഭമേളയുടെ കാര്യത്തിൽ മൗനവ്രതത്തിലാണ്. അവരൊന്നും തന്നെ പറയുന്നില്ല. കാരണം ഇത്രയും വലിയ ഒരു പ്രോഗ്രാം താങ്കൾ യാതൊരു പ്രശ്നവുമില്ലാതെ സംഘടിപ്പിക്കുമ്പോൾ അവർക്ക് പറയാൻ വാക്കുകളില്ലാതെ വിങ്ങിപ്പൊട്ടുകയാണ്. പക്ഷേ അവർക്ക് പകരം അവർക്ക് വേണ്ടി ചില ആളുകൾ വഖഫ് ബോർഡിന്റെ പേരിൽ ചില വാദങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഈ ഭൂമി മുഴുവൻ വഖഫിൻ്റെതാണെന്നാണ് അവർ പറയുന്നത്. യോഗിജി, രാഹുൽ ഗാന്ധി ആണെങ്കിലും അഖിലേഷ് യാദവ് ആണെങ്കിലും തേജസ്വി യാദവ് ആണെങ്കിലും ഒക്കെ ജനങ്ങളെ തമ്മിൽ ഭിന്നിപ്പിക്കുന്നതിന് വേണ്ടി ജാതി 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 സെൻസസ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. അവരുടെയൊക്കെ മുമ്പിൽ ഈ മഹാകുംഭമേള എന്ന് പറയുന്നത്, അതുകൊണ്ട് തന്നെ അവരുടെ വാദങ്ങൾക്ക് മുന്നോടിക്കുന്ന തരത്തിൽ ഈ മഹാകുംഭമേള ഹിന്ദു ഐക്യത്തിന് പുതിയൊരു മുഖം നൽകുമെന്നാണോ താങ്കൾ കരുതുന്നത്? നോക്കൂ, ഏതൊരു കാലം എടുത്തു നോക്കിയാലും ഇവിടെ ദേവന്മാരും അവസരന്മാരും രണ്ട് പക്ഷവും ഉണ്ടാകും. അതെല്ലാ കാലത്തും അങ്ങനെ തന്നെയാണ്. എല്ലാ യുഗത്തിലും അവർ ഉണ്ടാവുകയും വേണം. എല്ലാ കാലത്തും ജനങ്ങളെ ഐക്യത്തോടു കൂടി ഒരുമിച്ച് കൊണ്ടുപോകണം എന്നാഗ്രഹിക്കുന്നത് നല്ല മനസ്സുള്ളവരുടെ ചിന്താഗതിയാണ്. എന്നാൽ ജനങ്ങളെ എല്ലാ കാലത്തും ഭിന്നിപ്പിച്ച് നിർത്തി മുതലെടുക്കണം എന്ന് ചിന്തിക്കുന്നത് അസുരന്മാരുടെ ചിന്താഗതിയാണ്. ആ അസുരന്മാരുടെ പിൻഗാമികൾ എല്ലാ കാലത്തും മനുഷ്യരെ തമ്മിൽ തല്ലിക്കാനും ഭിന്നിപ്പിക്കാനും ശ്രമിച്ചുകൊണ്ടേയിരിക്കും. ചില ആളുകൾ ഭാരതത്തെ കാണാൻ ശ്രമിക്കുന്നത് ഡിസ്കവറി ഓഫ് ഇന്ത്യ എന്ന രൂപത്തിലാണ്. അത് അവരുടെ കാഴ്ചയുടെ കുഴപ്പമാണ്. അതിനും ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പേ ഇവിടെ ഭാരതമുണ്ട്. അത് കാണാൻ കഴിയാത്ത ചില ആളുകൾക്ക് ആ ഭാരതത്തെ മനസ്സിലാക്കാനുള്ള ശേഷി ഉണ്ടാവുകയില്ല. അവരെ സ്വയം ആക്സിഡന്റൽ എന്ന് വിളിക്കുന്ന ആളുകൾക്ക് എങ്ങനെയാണ് ഭാരതത്തെ മനസ്സിലാക്കാൻ കഴിയുക? ഭാരതത്തിന്റെ ആധ്യാത്മിക സംസ്കാരത്തെ, പാരമ്പര്യത്തെ മനസ്സിലാക്കാൻ കഴിയാത്ത ആളുകൾക്ക്, ഭഗവാൻ ശ്രീരാമനെയും ശ്രീകൃഷ്ണനെയും ശിവഭഗവാനെയും ശക്തിയെയും മനസ്സിലാക്കാൻ കഴിയാത്ത ആളുകൾക്ക് ഭാരതത്തെ മനസ്സിലാക്കാൻ കഴിയില്ല. നോക്കൂ, എനിക്ക് പറയാനുള്ളത് ഈ അസുരന്മാരെ കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ടതില്ല. കാരണം ഇന്നത്തെ കാലത്ത് ജനങ്ങൾ എല്ലാം കാണുന്നുണ്ട്. ജനങ്ങൾക്ക് മുമ്പിൽ അവർ തുറന്നു കാട്ടപ്പെട്ടിട്ടുണ്ട്. ഇതിൽ കൂടുതൽ അവരെ എങ്ങനെ തുറന്നു കാണിക്കാനാണ്? ഇതിൽ കൂടുതൽ തുറന്നു കാണിച്ചാൽ പിന്നെ ഈ ലോകത്ത് ഈ അസുരന്മാർ ഉണ്ടാവുകയില്ല. അവരും ഇവിടെ വേണമല്ലോ. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, താങ്കൾ വഖഫിനെ കുറിച്ച് പറഞ്ഞല്ലോ. എനിക്ക് പലപ്പോഴും ആശ്ചര്യം തോന്നാറുണ്ട്. ഇവർ പ്രതിദാനം ചെയ്യുന്നത് വഖഫ് ബോർഡിനെയാണോ അതോ ഏതെങ്കിലും ഭൂമാഫിയ ബോർഡിനെയാണോ എന്ന്. അവരോട് എനിക്ക് പറയാനുള്ളത്, തീർച്ചയായും ഓർമ്മ വേണം, ഉത്തർപ്രദേശിലെ ഓരോ ഇഞ്ച് ഭൂമിയും പൂർണ്ണമായി ഞങ്ങൾ പരിശോധിക്കാൻ പോവുകയാണ്. ഉത്തർപ്രദേശിലെ വഖഫ് ബോർഡ് നിലവിൽ വന്നതിന് ശേഷമുള്ള മുഴുവൻ ലാൻഡ് ഡീലുകളും ഞങ്ങൾ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. അധികൃതമായി അവർ ഏതെങ്കിലും തരത്തിലുള്ള ഭൂമിയിൽ അവകാശവാദം ഉന്നയിച്ചിട്ടുണ്ടെങ്കിൽ, ഏതെങ്കിലും ഭൂമി അവർ കൈവശപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ആ ഭൂമി ഞങ്ങൾ തിരികെ പിടിക്കാൻ തന്നെ പോവുകയാണ്. അങ്ങനെ അനധികൃതമായി അവർ കയ്യേറിയ ഭൂമി സർക്കാർ പിടിച്ചെടുത്ത് പാവപ്പെട്ടവർക്ക് വീട് വെച്ചു കൊടുക്കാൻ പോവുകയാണ്. അവിടെ പുതിയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നിർമ്മിക്കാൻ പോവുകയാണ്. അവിടെ സാധാരണ ജനങ്ങൾക്ക് വേണ്ടി ഹോസ്പിറ്റലുകൾ നിർമ്മിക്കാൻ പോവുകയാണ്. കുംഭമേളയുടെ ഭൂമി അവരുടേതാണെന്ന് പറയുന്ന ആളുകളുണ്ടല്ലോ. ഇപ്പോൾ നിങ്ങൾ കൈവശം വെച്ചിരിക്കുന്ന ഭൂമിയെങ്കിലും അതെങ്കിലും നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുക. യോഗിജി, അവർ പറയുന്നത് ഇങ്ങനെയാണ്, ഇത് അവരുടെ മതപരമായ അവകാശമാണെന്നാണ് പറയുന്നത്. അവരുടെ മതപരമായ അവകാശം താങ്കൾക്ക് എങ്ങനെയാണ് മറികടക്കാൻ കഴിയുന്നതാണ് അവർ ചോദിക്കുന്നത്. നോക്കൂ,
അവരുടെ വിത്ത് ഈ ഭൂമിയിൽ എവിടെയെങ്കിലും ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ ഇവിടെ ഭാരതത്തിൽ കുംഭമേള നടക്കുന്നുണ്ട്. ഞങ്ങളുടെ പാരമ്പര്യം അതാണ്. യോഗിജി, ചില ആളുകൾ പറയുന്നത് ഇവിടെ വഖഫ് ബോർഡ് ഉണ്ടെങ്കിൽ അതുപോലെ തന്നെ സനാതന ബോർഡും വേണമെന്നാണ്. അതിനെക്കുറിച്ച് താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? നോക്കൂ, ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു, സനാതന ധർമ്മം എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും ഔന്നത്യത്തിലുള്ള ഒന്നാണ്. സനാതന ധർമ്മത്തിന്റെ ഉയരമെന്ന് പറയുന്നത് ആകാശത്തേക്കാൾ ഉയരത്തിലാണ്. സനാതന ധർമ്മത്തിന്റെ ആഴമെന്ന് പറയുന്നത് സമുദ്രത്തിന്റെ ഏറ്റവും അടിത്തട്ടിനേക്കാൾ ആഴത്തിലുള്ളതാണ്. അതുകൊണ്ട് തന്നെ മറ്റൊരു മതവുമായും മറ്റൊരു രീതിയുമായും സനാതനത്തെ തുലനം ചെയ്യാനോ താരതമ്യം ചെയ്യാനോ ശ്രമിക്കേണ്ട. വഖഫ് ബോർഡ് എന്ന പേരിൽ ഈ രാജ്യത്ത് അരാജകത്വത്തിനോട് ശ്രമിക്കുന്ന ചില ഭൂമാഫിയയെ ഞങ്ങളുമായി താരതമ്യപ്പെടുത്തേണ്ട. അവരുടെയൊക്കെ ചിന്താഗതിയേക്കാൾ, അവരുടെയൊക്കെ പ്രവർത്തനത്തെക്കാൾ ഒരുപാട് ഉയരത്തിലാണ് സനാതനം നിലനിൽക്കുന്നത്. ശരിയാണ്, ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഭാരതത്തിന്റെ സനാതന ധർമ്മത്തെ, അതിന്റെ സംസ്കാരത്തെ പരിഹസിക്കാനും ഇകഴ്ത്താനും ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട് ചില ആളുകൾ. ഇപ്പോൾ തന്നെ താങ്കൾ സനാതനത്തെയും കുംഭമേളയും പരിഹസിക്കുന്ന സമാജ്വാദി പാർട്ടിയെക്കുറിച്ച് പറഞ്ഞു. എനിക്ക് അവരോട് ചോദിക്കാനുള്ളത്, ലോഹ്യാജിയുടെ പേരിലാണല്ലോ ഈ സമാജ്വാദി പാർട്ടി ഉണ്ടായത്. വല്ലപ്പോഴുമെങ്കിലും ഇതേ ഡോക്ടർ ലോഹ്യാജി എന്താണ് പറഞ്ഞത് എന്ന് മനസ്സിലാക്കാനും പഠിക്കാനുമെങ്കിലും ഇവർ ശ്രമിക്കേണ്ടതുണ്ട്. ഡോക്ടർ ലോഹ്യാജി ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, രണ്ട് കാര്യം പ്രത്യേകം ഓർമ്മിക്കണമെന്ന്. ഒന്നാമത്തെ ഇതാണ്, ഒരു യഥാർത്ഥ സമാജ്വാദി പാർട്ടി പ്രവർത്തകൻ സമ്പത്തിൽ നിന്നും സന്തതിയിൽ നിന്നും അകന്നു നിൽക്കണമെന്ന്. പക്ഷേ അതേ ഡോക്ടർ ലോഹ്യാജിയെ പിന്തുണയ്ക്കുമെന്ന് പറയുന്ന സമാജ്വാദി പാർട്ടി നേതാക്കൾ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് താങ്കളും ലോകവും കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്, ഭാരതത്തെ മനസ്സിലാക്കണമെങ്കിൽ ഭഗവാൻ ശ്രീരാമൻ, ശ്രീകൃഷ്ണൻ, പരമശിവൻ ഇവരെക്കുറിച്ച് മൂന്നും പഠിക്കണമെന്നാണ്. ഭഗവാൻ രാമന്റെ ജീവിതം ഭാരതത്തിൽ വടക്ക് നിന്ന് തെക്കോട്ടാണെങ്കിൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ ഭാരതത്തിന്റെ കിഴക്ക് മുതൽ പടിഞ്ഞാറ് വരെയുള്ള ജനങ്ങളെ ഒരുമിപ്പിക്കുകയാണ് ചെയ്തത്. ഭഗവാൻ പരമശിവന്റെ 12 പ്രധാനപ്പെട്ട ജ്യോതിർലിംഗങ്ങൾ ഭാരതത്തിന്റെ വിവിധ സ്ഥലങ്ങളിൽ സ്ഥാപിക്കുക വഴി ഭാരതത്തെ പൂർണ്ണമായും ഒരുമിപ്പിക്കുകയാണ് ഭഗവാൻ പരമശിവൻ ചെയ്തത്. ഇത് മൂന്നും പഠിക്കണം ഭാരതത്തെ മനസ്സിലാക്കണമെങ്കിൽ എന്നാണ് ലോഹ്യാജി അവരുടെ അനുയായികളോട് പറഞ്ഞത്. നിങ്ങളുടെ ഈ പാർട്ടി ഉണ്ടാക്കിയ സ്ഥാപകനായ ശ്രീ ലോഹ്യാജി പറഞ്ഞതെങ്കിലും നിങ്ങൾ വല്ലപ്പോഴുമെങ്കിലും വായിച്ചു പഠിക്കണം. നിങ്ങൾ ഈ സംസ്ഥാനത്തെ വരും തലമുറയിലെ യുവാക്കൾക്ക് വേണ്ടി നല്ലതെന്തെങ്കിലും ചെയ്യാനാകും. യോഗിജി അയോധ്യയിൽ രാമക്ഷേത്രത്തിൽ പുനഃപ്രതിഷ്ഠ നടന്നിട്ട് 1 വർഷമായിരിക്കുന്നു. ഇതുവരെയും ചില പ്രധാനപ്പെട്ട നേതാക്കന്മാർ അയോധ്യയിൽ ദർശനത്തിന് വന്നിട്ടില്ല. അതെന്തുകൊണ്ടായിരിക്കും? അത്തരം ആളുകൾക്ക് ഈ മഹാകുംഭമേളയുടെ പ്രാധാന്യം മനസ്സിലാക്കാൻ കഴിയുമെന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ? നോക്കൂ അർണബ്ജി, അതാണ് ഈ ഹിന്ദു സംസ്കാരത്തിന്റെ മഹത്വം തന്നെ. നമ്മൾ ഒരു കാര്യത്തിലും ആരെയും നിർബന്ധിക്കാറില്ല. അവർക്ക് താല്പര്യമുണ്ടെങ്കിൽ മാത്രം വന്നാൽ മതി, വന്നില്ലെങ്കിലും യാതൊരു പ്രശ്നവുമില്ല. പോകാൻ കഴിയുന്നവർ പോകട്ടെ, അതിന്റെ ഭാഗമാകട്ടെ. അവിടെ പോകാൻ താല്പര്യമില്ലാത്തവർക്ക് അവർക്ക് ഇഷ്ടമുള്ള എന്താണോ അത് ചെയ്യട്ടെ. അതിനുള്ള അവസരം ഹിന്ദുധർമ്മം അവർക്ക് നൽകുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയുന്നത്, ഈ ഒരു സ്വാതന്ത്ര്യം ലോകത്തിലെ മറ്റൊരു മതത്തിനും മറ്റൊരു സംഘടനയ്ക്കും നൽകാൻ കഴിയില്ല. യോഗിജി, എങ്കിലും എന്തുകൊണ്ടായിരിക്കും ഇവരൊന്നും അയോധ്യയിൽ പോകാത്തത്? നേരായ മാർഗത്തിൽ അവർക്ക് അവിടെ പോകാനുള്ള അവകാശമില്ല എന്നുള്ളതാണ് വസ്തുത. കാരണം കാലങ്ങളായി ഭഗവാൻ ശ്രീരാമനെയും ശ്രീരാമന്റെ അനുയായികളെയും വിശ്വാസികളെയും ഭാരതത്തെ തന്നെ വഞ്ചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അയോധ്യയുടെ സംസ്കാരത്തെയും പാരമ്പര്യത്തെയും അവർ ചതിക്കുകയായിരുന്നു. അവർ ഭാരതത്തിന്റെ പാരമ്പര്യത്തെയും സംസ്കാരത്തെയും ഒപ്പം വികസനത്തെയും ഒരുപോലെ എതിർക്കുന്നവരാണ്. അയോധ്യയിലെ ജനങ്ങളെയും ഉത്തർപ്രദേശിലെ ജനങ്ങളെയും ഭാരതത്തിലെ മുഴുവൻ ജനങ്ങളെയും ചതിച്ച അവർക്ക് നേരായ മാർഗത്തിൽ അയോധ്യയിൽ പോകാനുള്ള ഒരു അവകാശവുമില്ല, അതിനുള്ള യോഗ്യതയും അവർക്കില്ല. യോഗിജി, വർഷങ്ങൾക്ക് മുമ്പ് സരയൂ തീരത്തിൽ താങ്കളുമായി ഞാൻ ഒരു ഇന്റർവ്യൂ നടത്തിയിരുന്നു. അന്ന് താങ്കൾ ബുൾഡോസർ രാഷ്ട്രീയത്തെക്കുറിച്ച് വ്യക്തമായി തന്നെ പറഞ്ഞിരുന്നു. പക്ഷേ അന്ന് താങ്കൾ ബുൾഡോസർ എന്ന് പറയുമ്പോൾ അതൊരു തുടക്കം മാത്രമായിരുന്നെങ്കിൽ ഇന്ന് ബുൾഡോസർ എന്ന് കേൾക്കുമ്പോൾ ഇവിടെ നമ്മളെ കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകളുടെ ഉള്ളിലേക്ക് ഒരു വൈദ്യുത പ്രവാഹം പോലെ ആ വാക്ക് കടന്നു കയറുന്നുണ്ട്. കാരണം ആ രീതിയിൽ താങ്കൾ ഉത്തർപ്രദേശിലെ രാഷ്ട്രീയം മാറ്റിമറിച്ചിട്ടുണ്ട്, ഉത്തർപ്രദേശിലെ ഗുണ്ടായിസം അവസാനിപ്പിച്ചിട്ടുണ്ട്. യോഗിജി, ഞാൻ താങ്കളുടെ രാഷ്ട്രീയ ചരിത്രവും താങ്കളുടെ വ്യക്തിജീവിതവും എല്ലാം വളരെ അടുത്ത് നിന്ന് ശ്രദ്ധാപൂർവ്വം വീക്ഷിക്കുന്ന ഒരാളാണ്. പലരും പറയുന്നത് താങ്കൾ വായിൽ തോന്നുന്നത് അതുപോലെ വിളിച്ചു പറയുന്ന ഒരാളാണ് എന്നാണ്. പക്ഷെ എനിക്കൊരിക്കലും അങ്ങനെ തോന്നിയിട്ടില്ല. താങ്കൾ വളരെ ചിന്തിച്ചുറപ്പിച്ചിട്ടാണ് ഓരോ വാചകങ്ങളും പറയുന്നത്. ഉദാഹരണമാണ് താങ്കൾ UP നിയമസഭയിൽ പറഞ്ഞത് ഗുണ്ടാ മാഫിയയെ താങ്കൾ മണ്ണിൽ കുഴിച്ചു മൂടുമെന്ന്. താങ്കൾ അത് ചെയ്തു കാണിക്കുകയും ചെയ്തു.
അതായത് താങ്കൾ എന്തു പറഞ്ഞാലും അത് ചെയ്യുമെന്ന് ഇന്ന് രാജ്യത്തെ ജനങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. താങ്കൾ എല്ലാ കാര്യത്തിലും വളരെ സ്ട്രെയിറ്റ് ആയി തന്നെ ഉത്തരം പറയുന്ന ആളായതുകൊണ്ട് തന്നെ ഞാൻ സമ്പൽ വിഷയത്തെക്കുറിച്ച് താങ്കളുടെ അഭിപ്രായം എന്താണ് എന്നറിയുന്നതിന് വേണ്ടി ചോദിക്കുകയാണ്. യോഗിജി, എനിക്കുറപ്പുണ്ട് എൻ്റെ മനസ്സിലുള്ള ഈ ചോദ്യം എന്ന് പറയുന്നത് ഈ രാജ്യത്തെ പലരുടെയും മനസ്സിലുള്ള ചോദ്യമാണ്. അവരെല്ലാം താങ്കളുടെ ഉത്തരം കേൾക്കാൻ ആഗ്രഹിക്കുന്നുമുണ്ട്. സമ്പലിൽ ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായത് ഉത്തർപ്രദേശിൽ 10 നിയമസഭാ മണ്ഡലങ്ങളിലേക്ക് കടന്ന ഉപതെരഞ്ഞെടുപ്പിന്റെ കേവലം ഒരു ദിവസത്തിന് ശേഷമാണ് ഉണ്ടായത്. അതുകൊണ്ട് തന്നെ അതിൽ കൃത്യമായ രാഷ്ട്രീയമുണ്ട് എന്നത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. സമ്പലിൽ നടന്നത് രാജ്യത്തിന്റെ നീതിന്യായ വ്യവസ്ഥക്കെതിരെയുള്ള ഒരു ആക്രമണമായിരുന്നോ, അതോ താങ്കളെ വ്യക്തിപരമായി രക്ഷപ്പെട്ടുകൊണ്ടുള്ള ഒരു ആക്രമണമായിരുന്നോ, അതോ താങ്കളുടെ പാർട്ടി രക്ഷപ്പെട്ടുള്ള ഒരു നീക്കമായിരുന്നോ? എന്താണെന്നാണ് താങ്കൾ കരുതുന്നത്? നോക്കൂ, വളരെ വ്യക്തമായി തന്നെ ഞാൻ അതിനെക്കുറിച്ച് പറയാം. ചില ആളുകൾ നമ്മുടെ രാജ്യത്ത് ഭരണഘടന പോക്കറ്റിൽ കൊണ്ട് നടക്കുകയാണ്. പക്ഷേ ഇതേ ആളുകൾ തന്നെയാണ് നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടന എഴുതി ഉണ്ടാക്കിയ ശ്രീ ബാബാ സാഹേബ് അംബേദ്കറിനെ ഏറ്റവും കൂടുതൽ അവഹേളിച്ചിട്ടുള്ളതും. 1949 നവംബർ 26 അദ്ദേഹം നേതൃത്വം നൽകുന്ന ടീം എഴുതി ഉണ്ടാക്കിയ ഭരണഘടന 1950 ജനുവരി 26 ഈ രാജ്യം അംഗീകരിച്ചതാണ്. അദ്ദേഹം എഴുതി ഉണ്ടാക്കിയ ആ ഭരണഘടനയിൽ എവിടെയും, ആമുഖത്തിലോ അകത്തോ എവിടെയും സോഷ്യലിസ്റ്റ്, സെക്യുലർ എന്ന വാക്കുകളില്ല. ഈ 2 വാക്കുകളും കോൺഗ്രസ് പിന്നീട് എഴുതി ചേർത്തതാണ്. എന്നാണ് എഴുതി ചേർത്തത്? ഭാരതത്തിന്റെ ഭരണഘടനയെയും ജനാധിപത്യത്തെയും പൂർണ്ണമായി ഇല്ലാതാക്കുന്ന തരത്തിൽ ഇവിടെ അടിയന്തരാവസ്ഥ അടിച്ചേൽപ്പിച്ചതിന് ശേഷം ഈ രാജ്യത്തെ നീതിന്യായ നിയമ കോടതി സംവിധാനങ്ങൾ പ്രവർത്തിക്കാത്ത കാലത്ത് കോൺഗ്രസിന്റെ ഇഷ്ടത്തിനനുസരിച്ച് എഴുതി ചേർത്തതാണ് ഈ 2 വാക്കുകളും. അതുകൊണ്ട് തന്നെ ഈ 2 വാക്കുകളും ബാബാ സാഹേബ് അംബേദ്കറിന്റെ വാക്കുകളല്ല. ഈ രാജ്യത്തിന്റെ ഭരണഘടന തയ്യാറാക്കിയ ബാബാ സാഹേബ് അംബേദ്കറിന്റെ വാക്കുകൾ പോലും വെട്ടിമുറിവേൽപ്പിച്ച് അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റി അവർക്ക് വേണ്ട ഭരണഘടന ഉണ്ടാക്കിയ ആളുകൾ എങ്ങനെയാണ് ഭാരതത്തിന്റെ നീതിന്യായ സംവിധാനത്തെ ബഹുമാനിക്കുന്നത്? അവർ ഭാരതത്തിലെ ഇപ്പോഴത്തെ നീതിന്യായ സംവിധാനത്തെയും ഭാരതത്തിലെ ജനാധിപത്യത്തെ പിന്തുടരുമെന്ന് വിശ്വസിക്കുന്നത് തന്നെ തെറ്റാണ്. അവരെ കൊണ്ട് അതിന് കഴിയില്ല. സമാജ്വാദി പാർട്ടിയാണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും സംസ്ഥാനമാണെങ്കിലും രാജ്യമാണെങ്കിലും അവർ ഭരിക്കുന്ന കാലത്ത് ഈ രാജ്യത്തെ ഭരണഘടനയോടും ഈ രാജ്യത്തെ പാവപ്പെട്ടവരോടും സ്ത്രീകളോടും ദളിതരോടും ഒക്കെ ചെയ്തിരുന്നത് ദ്രോഹം തന്നെയായിരുന്നു. അത്തരം ആളുകളിൽ നിന്ന് നമ്മൾ ഒരിക്കലും നന്മയും നീതിയും പ്രതീക്ഷിച്ചിട്ട് ഒരു കാര്യവുമില്ല. അയോധ്യയുടെ കാര്യത്തിലാണെങ്കിൽ പോലും നമ്മുടെ രാജ്യത്തിന്റെ പരമോന്നത നീതിന്യായ സംവിധാനമാണ് അവിടെ സമാധാനം പുനഃസ്ഥാപിക്കാൻ വേണ്ടി പരിശ്രമിച്ചത്. അതുപോലും ഇന്നും സമാജ്വാദി പാർട്ടിയും കോൺഗ്രസും അംഗീകരിച്ചിട്ടില്ല. പിന്നെ എങ്ങനെയാണ് സമ്പലിൽ നീതിന്യായ സംവിധാനത്തിന്റെ വിധി അവർക്ക് അംഗീകരിക്കാൻ കഴിയുന്നത്? സമ്പലിലും സർവേ നടത്താനുള്ള അധികാരം നൽകിയത് കോടതിയാണ്. കോടതിയുടെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് സമ്പലിൽ സർവേ ഞങ്ങൾ നടത്തിയത്. സർവേ പെട്ടെന്നുണ്ടായതല്ല. 19-ാം തീയതിയും 21-ാം തീയതിയും സർവേ നടന്നിരുന്നു. അന്നൊന്നും ഒരു പ്രശ്നവും ഉണ്ടായില്ല. ദിവസം 24-ന് 3-ാം തവണ സർവേക്ക് പോയപ്പോഴാണ് സമ്പലിൽ പ്രശ്നങ്ങൾ ഉണ്ടായത്. 24 നവംബർ 24 മുതലാണ് സമ്പലിൽ സമാധാനം ഇല്ലാത്ത രീതിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങിയത്. ഇത് എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. നോക്കൂ, സമ്പലിൽ കാലങ്ങളായി ജീവിക്കുന്ന ഹിന്ദുക്കളുടെ ക്ഷമ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ഭാരതത്തിന്റെ പൗരാണിക ചരിത്രം നോക്കിയാൽ ഏതാണ്ട് 5000 വർഷം മുമ്പ് മുതൽ 3000 വർഷം മുമ്പ് വരെ 2000 വർഷത്തിൽ നിരവധി പൗരാണിക ഗ്രന്ഥങ്ങൾ ഭാരതത്തിൽ പലരാലും രചിക്കപ്പെട്ടിട്ടുണ്ട്. പുരാണം, അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഭഗവത്ഗീതയും ഭാഗവത പുരാണവും 5000 വർഷം പഴക്കമുള്ളതാണ്. ഭഗവാൻ വേദവ്യാസാണ് ഈ മഹാഭാഗവതം എഴുതിയത്. ശേഷം 2000 വർഷത്തോളം നിരവധി ഉപവിഭാഗങ്ങൾ രചിക്കപ്പെട്ടുകൊണ്ടേയിരുന്നിട്ടുണ്ട്. ഞാൻ ഇവരോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നു, 5000 വർഷങ്ങൾക്ക് മുമ്പ് ഭാഗവത പുരാണത്തിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ശേഷമുണ്ടായ അനേകം പുരാണ ഗ്രന്ഥങ്ങളിലും ഇത് പറഞ്ഞിട്ടുണ്ട്. ഭഗവാൻ ഹരിവിഷ്ണുവിന്റെ 10ാമത്തെ അവതാരം കൽക്കിയുടെ രൂപത്തിൽ സമ്പലിൽ അവതരിക്കുമെന്ന്. ഇത് കാലങ്ങൾക്ക് മുമ്പ് എഴുതപ്പെട്ടതാണ്. 5000 വർഷങ്ങൾക്ക് മുമ്പ് എഴുതപ്പെട്ട രേഖയാണ്. അതിന് തെളിവുകളുണ്ട്. ഞാൻ ഒരു തരത്തിലും ഏതെങ്കിലും മതവിഭാഗത്തിനോ അവരുടെ വിശ്വാസത്തിനോ എതിരല്ല. പക്ഷേ ഏതെങ്കിലും ഒരു സ്ഥലത്ത് കാലങ്ങൾക്ക് മുമ്പേ ഏതെങ്കിലും തരത്തിലുള്ള ഒരു വിശ്വാസവും ആചാരത്തിന്റെ ഭാഗമായി ഒരു ക്ഷേത്രം ഉണ്ടായിരുന്നെങ്കിൽ അത് ആദരിക്കപ്പെടേണ്ടത് തന്നെയാണ്. ഏത് മതത്തിന്റെ ആണെങ്കിലും ജാതിയുടെ ആണെങ്കിലും അവർ ആരാധിക്കുന്ന ഒരു പ്രദേശം, ഒരു വിശ്വാസ കേന്ദ്രം തകർത്ത് അവിടെ മറ്റൊരു വിശ്വാസത്തിന്റെ പ്രതീകം സ്ഥാപിക്കുന്നതിന് ഞാൻ എല്ലാ കാലത്തും എതിരാണ്.
തീർച്ചയായും അത്തരം ആക്രമണങ്ങളെ പ്രതിരോധിക്കേണ്ടതുണ്ട്, അതിനെതിരെ സംസാരിക്കേണ്ടതുണ്ട്. വരും തലമുറയ്ക്ക് വേണ്ടി സമൂഹം ഒത്തൊരുമയോടെ നിന്നുകൊണ്ട് അതിനെ പ്രതിരോധിക്കേണ്ടതുണ്ട്. കാരണം ന്യായത്തിനു വേണ്ടി ഇന്ന് നമ്മൾ സംസാരിച്ചില്ലെങ്കിൽ എല്ലാ കാലത്തും അന്യായം മാത്രമാണ് ഇവിടെ വിജയിക്കുക. അതുകൊണ്ട് തന്നെ ന്യായം നിലനിർത്തേണ്ട ഉത്തരവാദിത്തം നമുക്കുണ്ട്. സമ്പലിന്റെ കാര്യം പറയുകയാണെങ്കിൽ കാലങ്ങൾക്ക് മുമ്പേ അത് എഴുതപ്പെട്ട ചരിത്രമാണ്. അതിന് തെളിവുകളുണ്ട്. വർഷങ്ങൾ സമയമെടുത്ത് എങ്ങനെയാണ് സമ്പലിൽ ഇസ്ലാമികവൽക്കരണം ഉണ്ടായത് എന്നത് ഇന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. എങ്ങനെയാണ് സമ്പലിൽ ഓരോ പ്രധാനപ്പെട്ട അടയാളങ്ങളും നശിപ്പിക്കപ്പെട്ടത് എന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. സനാതന ധർമ്മത്തിന്റെ ഭാഗമായി, ഹിന്ദു ധർമ്മത്തിന്റെ ഭാഗമായി അവർ വിശ്വസിച്ചിരുന്ന പ്രദേശങ്ങൾ എങ്ങനെയാണ് കുഴിച്ചു മൂടപ്പെട്ടത്, എങ്ങനെയാണ് തകർക്കപ്പെട്ടത് എന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പല സ്ഥലങ്ങളും തകർത്ത് അവിടെ വീടുകൾ സ്ഥാപിച്ചു, വലിയ കുഴികളായി. പല സ്ഥലങ്ങളിലും കോൺക്രീറ്റുകൾ കൊണ്ട് മൂടപ്പെട്ടു. അവർക്ക് വേണ്ടി ചോദിക്കാൻ അവിടെ ആരും ഉണ്ടായിരുന്നില്ല. 1965 മുതൽ 2017 വരെ അവിടെയുള്ള ഹിന്ദു വിശ്വാസികൾ ഒരുപാട് അനുഭവിച്ചു. 1976 8 ഹിന്ദു സന്യാസികളെ സമ്പലിൽ ചിലർ ചേർന്ന് കൊലപ്പെടുത്തി. 1978 182ഓളം ഹിന്ദുക്കളെ അവിടെ ചുട്ടുകൊന്നു. ഇത്രയധികം കൊലപാതകം ചെയ്ത ഒരാളെ പോലും ഉത്തർപ്രദേശ് ഭരിച്ചവരോ രാജ്യം ഭരിച്ചവരോ ശിക്ഷിച്ചില്ല. പാവപ്പെട്ട ഹിന്ദുക്കളുടെ വീടുകൾ തകർത്തുകൊണ്ടേയിരിക്കുകയായിരുന്നു. പാവപ്പെട്ട ഹിന്ദു സ്ത്രീകളെ, ഹിന്ദു പെൺകുട്ടികളെ ചിലർ ആക്രമിച്ചുകൊണ്ടേയിരിക്കുകയാണ് കാലങ്ങളായി. ഹിന്ദുക്കളുടെ വ്യാപാര സ്ഥാപനങ്ങൾ കൊള്ളയടിക്കുക, തകർക്കുക, ഇതൊക്കെയാണ് സമ്പൽ നടന്നുകൊണ്ടിരുന്നത്. ഹിന്ദുക്കളുടെ ക്ഷേത്രങ്ങളും വിശ്വാസ കേന്ദ്രങ്ങളും എല്ലാം കാലങ്ങളായി തകർത്തുകൊണ്ടേയിരിക്കുകയായിരുന്നു സമ്പലിൽ. ഇതെല്ലാം ലോകം അറിയേണ്ടത് തന്നെയാണ്, രാജ്യം അറിയേണ്ടത് തന്നെയാണ്. ഇപ്പോൾ സമാധാനത്തിന്റെ ശാന്തിവാഹകരായി പതാകം പിടിച്ചുകൊണ്ട് വരുന്ന ആളുകൾ ഇത്രയധികം ആക്രമണങ്ങൾ സമ്പലിൽ ഹിന്ദുക്കൾ നേരിട്ടപ്പോൾ എവിടെയായിരുന്നു? കാലങ്ങളോളം സമ്പലിൽ ഈ ഹിന്ദു വംശഹത്യ നടത്തിയവർ, ഹിന്ദുക്കളെ ആക്രമിച്ചവർ, ഹിന്ദു പെൺകുട്ടികളെയും സ്ത്രീകളെയും അപമാനിച്ചവർ, ഹിന്ദു വ്യാപാരികളെ കൊള്ളയടിച്ചവർ നിയമപരമായി ശിക്ഷിക്കപ്പെടേണ്ടത് തന്നെയാണ്. അവരെ പുറത്തു കൊണ്ടുവരേണ്ടതാണ്. കാലങ്ങളായി സമ്പലിൽ ഹിന്ദു വിശ്വാസികൾ ഈ അക്രമം നേരിട്ടുകൊണ്ടേയിരിക്കുകയാണ്. നോക്കൂ, ഇതൊന്നും ഞാൻ പറയുന്നതല്ല. ഐനി അക്ബറി എന്ന അവരുടെ തന്നെ ഗ്രന്ഥത്തിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. ഐനി അക്ബറി ഞങ്ങളാരും എഴുതിയതല്ല, അവർ തന്നെ എഴുതിയതാണ്. അതിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, നിർബാക്കി അവിടെ മഹാവിഷ്ണുവിന്റെ ക്ഷേത്രം തകർത്താണ് ഒരു പള്ളി പണിഞ്ഞതെന്ന്. അക്ബറിന്റെ കാലത്ത് എഴുതപ്പെട്ട ഗ്രന്ഥമാണ്. 1528 അയോധ്യയിൽ രാമക്ഷേത്രം തകർത്ത് ബാബരി മസ്ജിദ് പണിഞ്ഞ അതേ മിർബാക്കി 1526 സമ്പലിലെത്തി അവിടെ ഉണ്ടായിരുന്ന മഹാവിഷ്ണുവിന്റെ ക്ഷേത്രം തകർത്ത് അതിനെ നശിപ്പിച്ച് അവിടെ മുസ്ലിം പള്ളി പണിതു എന്ന് എഴുതി വെച്ചിട്ടുണ്ട് ഐനി അക്ബരിയിൽ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 5000 വർഷങ്ങൾക്ക് മുമ്പ് എഴുതപ്പെട്ട മഹാഭാഗവതത്തിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് അവിടെ ക്ഷേത്രം ഉണ്ടായിരുന്നു എന്ന്. ഐനി അക്ബരിയിൽ പറയുന്നു 1526 ആ ക്ഷേത്രം തകർത്ത് മുസ്ലിം പള്ളി പണിതു എന്ന്. രണ്ടിനും തെളിവുണ്ട്. അവർക്ക് കേവലം 500 വർഷങ്ങളുടെ ചരിത്രം മാത്രമാണ് പറയാനുള്ളത്. ഞങ്ങൾക്ക് 5000 വർഷത്തിന്റെ ചരിത്രം പറയാനുണ്ട്. നോക്കൂ യോഗിജി, അവർ പറയുന്നത് ഇതൊക്കെ പഴയ കാലത്തെ വിവാദങ്ങളാണ്, അതൊക്കെ അവസാനിപ്പിക്കേണ്ടതാണ്. അതുമാത്രമല്ല, സ്വതന്ത്ര ഭാരതത്തിൽ ഹിന്ദു വർഷിപ്പ് ആക്ട് ഉണ്ട്, അത് പിന്തുടരേണ്ടതുണ്ട്. അവരോട് താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? നോക്കൂ, എത്ര പഴയതാണെങ്കിലും രോഗങ്ങൾക്ക് പരിഹാരം ഉണ്ടാകേണ്ടത് തന്നെയുണ്ട്, അല്ലെങ്കിൽ അത് വലിയ ക്യാൻസറായി മാറും. പഴയകാല രോഗങ്ങൾക്ക് സമാധാനം കണ്ടെത്തേണ്ടത് തന്നെയാണ്. അതായത് ഒരു ശരീരത്തെ ക്യാൻസർ ബാധിച്ചു കഴിഞ്ഞാൽ താങ്കൾ കാലങ്ങളോളം എത്ര റേഡിയോതെറാപ്പി ചെയ്താലും കീമോതെറാപ്പി ചെയ്താലും അത് പരിഹരിക്കാനാവില്ല. അതിന് ആ രോഗത്തിൻ്റെ മൂലകാരണം കണ്ടെത്തി പരിഹരിക്കേണ്ടതുണ്ട്. പൂർണ്ണമായി സർജറി ചെയ്ത് ആ രോഗാണുവിനെ എടുത്തു കളഞ്ഞാൽ മാത്രമേ നമുക്ക് ആ രോഗത്തിന് പരിഹാരം കണ്ടെത്താൻ കഴിയുകയുള്ളൂ. ശസ്ത്രക്രിയ ചെയ്തേ മതിയാകൂ. അത് കാലഘട്ടത്തിൻ്റെ ആവശ്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഉറപ്പായും പറയാൻ ആഗ്രഹിക്കുന്നു, ഇപ്പോൾ ഉയർന്നു വരുന്ന എല്ലാ വിവാദത്തിനും ഒരു ശരിയായ ഉത്തരം കണ്ടെത്തേണ്ടതുണ്ട്. അതിന് വേണ്ട സർജറി ഞാൻ ചെയ്യുക തന്നെ ചെയ്യും. യോഗിജി, ഞാൻ താങ്കളോട് നേരിട്ട് തന്നെ ചോദിക്കാൻ ആഗ്രഹിക്കുന്നു, താങ്കളുടെ അഭിപ്രായം സമ്പലിൽ ഹിന്ദു ക്ഷേത്രം ഉണ്ടാകണം എന്ന് തന്നെയാണോ? എനിക്ക് പറയാനുള്ളത് ഇത് തന്നെയാണ്. ഐനി അക്ബറിയിൽ അവർ തന്നെ വ്യക്തമായി എഴുതി വെച്ചിട്ടുണ്ട്, സമ്പലിൽ മഹാവിഷ്ണുവിന്റെ ക്ഷേത്രം തകർത്താണ് അവർ പള്ളി പണിതതെന്ന്. അതിനുള്ള തെളിവുകൾ നൽകിയത് അവർ തന്നെയാണ്. പറയാനുള്ളത്, അവർ തന്നെ എഴുതി വെച്ച കാര്യം ഇന്നത്തെ അവരുടെ അനുയായികൾ സ്വയം അവരുടെ തെറ്റുകൾ മനസ്സിലാക്കി അംഗീകരിക്കണം. നമ്മുടെ സമൂഹത്തിന് ദോഷമുണ്ടാക്കുന്ന രോഗങ്ങൾ മനസ്സിലാക്കി അതിനുള്ള മരുന്നുകൾ നൽകേണ്ടതുണ്ട്. ഇല്ലെങ്കിൽ അവർക്ക് തന്നെ അത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കും.
ഈ കാര്യത്തിൽ എനിക്ക് താങ്കളെ വലിയ ഇഷ്ടമാണ്. താങ്കൾക്ക് പറയാനുള്ളത് വളരെ സ്ട്രെയിറ്റ് ആയി തന്നെ താങ്കൾ പറഞ്ഞിട്ടുണ്ട്. താങ്കൾ എന്താണ് പറഞ്ഞതെന്ന് ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് മനസ്സിലായിട്ടുമുണ്ട്. താങ്കൾ പറയാനുള്ളത് ഇങ്ങനെ വ്യക്തമായി പറയുന്നത് കൊണ്ട് തന്നെയാണ് താങ്കൾക്ക് പിന്നിൽ താങ്കളെ വിശ്വസിച്ച് നിരവധി ആളുകൾ അണിനിരക്കുന്നതും. ഉത്തർപ്രദേശിലെ മാത്രമല്ല, ഭാരതത്തിലാകെയുള്ള നിരവധി ആളുകൾ ന്യായം എന്താണെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ അവിടെ താങ്കളുടെ നിലപാട് എന്താണ്, താങ്കളുടെ അഭിപ്രായം എന്താണ് എന്നറിയാൻ ഭാരതത്തിൽ പല ആളുകളും കാത്തിരിക്കുന്നുണ്ടായിരുന്നു. അവർക്ക് വ്യക്തമായ ഉത്തരം കിട്ടിക്കാണുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. യോഗിജി 2027 വീണ്ടും ഉത്തർപ്രദേശിൽ ഇലക്ഷൻ വരാൻ പോവുകയാണ്. മഹാകുംഭമേളയാണ് ഇപ്പോൾ നിലവിൽ താങ്കളുടെ മുമ്പിലുള്ള ഏറ്റവും വലിയ വെല്ലുവിളി. അത് താങ്കൾ നേരിട്ട് കൊണ്ടിരിക്കുകയാണ്. അടുത്ത വെല്ലുവിളി എന്താണ്? 2027 തെരഞ്ഞെടുപ്പാണ്. നോക്കൂ, 2025 മഹാകുംഭമേള ഏറ്റവും മികച്ച രീതിയിൽ സംഘടിപ്പിക്കണം എന്നുള്ളത് എൻ്റെ അഭിമാനത്തിൻ്റെ പ്രശ്നമായിരുന്നു. ഉത്തർപ്രദേശിൻ്റെ തന്നെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു. നന്നായി ചെയ്യാൻ കഴിഞ്ഞു എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഞാൻ ഉത്തർപ്രദേശിലെ 25 കോടി ജനങ്ങൾക്ക് വേണ്ടിയാണ് എൻ്റെ ജോലികൾ ചെയ്യുന്നത്. ഞാൻ അതിനപ്പുറം ഒരു രാഷ്ട്രീയത്തെക്കുറിച്ചും ചിന്തിക്കാറില്ല. കാരണം ജനാധിപത്യത്തിൽ ജനങ്ങൾ തന്നെയാണ് സർവാധികാരി, അവർ തന്നെയാണ് ഭഗവാന്മാരും. 25 കോടി ഉത്തർപ്രദേശിലെ ജനങ്ങളെ സേവിക്കുക എന്നുള്ളതാണ് എൻ്റെ ജോലി. അത് ഞാൻ കൃത്യമായി ചെയ്യുന്നുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. പിന്നെ ഉത്തർപ്രദേശിൻ്റെ ഭാവിക്ക് എന്താണ് നല്ലതെന്ന് അവർക്കറിയാം. അതുകൂടി മനസ്സിലാക്കി അവർ ഉചിതമായ തീരുമാനമെടുക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്.